त्वमेव माता च पिता त्वमेव त्वमेव बन्धु च सखा त्वमेव त्वमेव वेद्या च द्रविणं त्वमेव त्वमेव सर्वं देवदेव त्वमेव माता च पिता त्वमेव त्वमेव बन्धु च सखा त्वमेव त्वमेव वेद्या च द्रविणं त्वमेव त्वमेव सर्वं देवदेव. നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ പലപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം പല പ്രൊഫൈലിൽ ഇതുപോലുള്ള ഫോട്ടോസ് ഇങ്ങനെ ഗ്രിഡായിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിനായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് പ്രശസ്ത യൂട്യൂബർ ജേക്കബൂറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 9 കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതിനുശേഷം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഇത് നല്ല വലുതായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ക്വാളിറ്റി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിക്സലേറ്റഡ് ആയിട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 3x2, 3x1, അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ, ഏത് ഗ്രിഡാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. 3x4 ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. 3x4 കൊടുത്താൽ ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോ ആയാലും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. ഞാനിപ്പോൾ 3x3 ആണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ആരോ കാണാൻ പറ്റും. ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ആഡ് വരും. ആഡിന് ബാക്ക് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഫോട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്താൽ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കായിരിക്കും പോവുക. അതിനുശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് ഷെയർ കൊടുത്ത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് ഫസ്റ്റത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിലേക്ക് വന്നാൽ, നമ്മൾ ബാക്ക് പോയിട്ട് ആദ്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ഫോട്ടോ അപ്ലോഡ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിലേക്ക് പോകൂ. ബാക്കിലേക്ക് പോകുമ്പോൾ ആ 1 പോയിട്ട് സെക്കൻഡ് പച്ച കളറിൽ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് ഷെയർ കൊടുക്കുക. സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഷെയർ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഷെയർ കൊടുക്കുക. അങ്ങനെ ഷെയർ കൊടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം എത്ര ഇമേജ് ഉണ്ടോ അതുവരെ കണ്ടോ, ഇപ്പോൾ 3ാമത്തേതെത്തി. ഷെയർ കൊടുക്കുക, ആരോ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്ത് ഷെയർ കൊടുക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം അപ്ലോഡായി കഴിഞ്ഞാൽ, ഇതാ ഇങ്ങനെ എല്ലാം റെഡായി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കണ്ടോ, ഇതുപോലെ ഫോട്ടോസ് അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് വലിയ ക്ലാരിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ആരിങ്ങനെ ഒരു നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ആര് കണ്ടാലും ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ആര് കണ്ടാലും ഒന്ന് ഫോളോ ചെയ്യും. വളരെ അട്രാക്റ്റീവാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്യുക. മറക്കാതെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഈ വീഡിയോ കണ്ടതിന്. ബൈ.